ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിനത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തില് ആയിരിക്കുവാൻ ഞങ്ങളുടെ ഉപവാസത്തെയും ഞങ്ങളുടെ നോമ്പിനെയും ത്യാഗപ്രവൃത്തിയെയും എല്ലാ പ്രാർത്ഥനകളെയും അങ്ങ് തിരുമുമ്പില് ഒരുമിച്ച് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ വ്യത്യസ്തമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഈ മക്കളുടെ നൊമ്പരങ്ങള്, വേദനകള്, ഇവരുടെ പ്രിയപ്പെട്ട മക്കള്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവമക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, ഞങ്ങളുടെ നിയോഗങ്ങളില്, ഞങ്ങളുടെ കുടുംബങ്ങളില് അനുഭവിച്ചറിയാനായിട്ട് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാനിയേൽ പ്രവാചകൻ 21 ദിവസം ഉപവാസം പ്രഖ്യാപിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി എളിമപ്പെട്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടതുപോലെ കർത്താവേ, ഈ ദിവസങ്ങളില് ഞങ്ങളുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും എല്ലാ നോമ്പിന്റെയും എല്ലാ ശക്തിയും ചൈതന്യവും കർത്താവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വലിയ വിടുതലിനും വിമോചനത്തിനും സൗഖ്യത്തിനും വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ പ്രത്യേകം പരമേൽപ്പിക്കാം. ഈ ദിവസങ്ങളില് അനേകം മാതാപിതാക്കളുടെ കരഞ്ഞിട്ടുള്ള പ്രാർത്ഥന, വഴുതിറ്റിപ്പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയ മക്കള്, ലഹരിക്കടിമപ്പെട്ടു പോയ മക്കള്, വിദേശത്ത് പോയിട്ട് ആരും നിയന്ത്രിക്കാനില്ലാത്ത അവസ്ഥയില് വഴുതിറ്റിപ്പോയ മക്കള്, കൂട്ടുകൂടി ലിവിങ് ടുഗദർ ആയിപ്പോയ മക്കള്, ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയ മക്കള്, ഒത്തിരി പ്രലോഭനങ്ങള് കടന്നു വരുമ്പോ അതിനെ നേരിടാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, വീണുപോകുന്ന മക്കള്, അതിന്റെ പേരില് ഒത്തിരി അസ്വസ്ഥതപ്പെടുന്ന മക്കള്, എല്ലാ മക്കളെയും കർത്താവിനെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രലോഭനങ്ങൾ ഏറിയിരിക്കുന്ന ലോകമാണ്. പിശാചിനെ പിടി അതിശക്തമായ ഒരു അവസ്ഥയാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ ശക്തമായ കൃപ വേണം, സഹായം വേണം, അതിസ്വാഭാവികമായ കൃപകൾ വേണം. ഈ ഉപവാസ പ്രാർത്ഥനയില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ആ വലിയ കൃപയ്ക്ക് വേണ്ടി, ആ വലിയ ശക്തിക്ക് വേണ്ടി, ആ വലിയ സംരക്ഷണത്തിന് വേണ്ടി ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിന്ന് ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. ഇത് മറ്റൊന്നല്ല, നമുക്കറിയാം. ദാനിയേൽ പ്രവാചകനെയും 3 കൂട്ടുകാരും, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, ഇത് 3 കൂട്ടുകാര്, അവര് ബാബിലോൺ പ്രവാസത്തിലാണ്. നമുക്കറിയാം, രാജാവ് നെബൂഖദ്നേസർ രാജാവ് ഷണ്ഡനോട് പറഞ്ഞു, ഷണ്ഡന്മാരുടെ അടിമകളുടെ നേതൃത്വം വഹിക്കുന്ന ആ നേതാവിനോട് പറഞ്ഞു, ഇവർക്ക് രാജകൊട്ടാരത്തിലെ വീഞ്ഞ്, വിഭവസമൃദ്ധമായ ഭക്ഷണം ഇതെല്ലാം കൊടുത്ത് അവരെ വലിയ കരുത്തുള്ളവരാക്കി മാറ്റണം എന്ന് പറഞ്ഞു. നിഷിദ്ധമായ ഭക്ഷണം, മദ്യപാനം, മറ്റ് ആർഭാടമായ ഭക്ഷണം, നിഷിദ്ധമായ ഭക്ഷണം
ഇതെല്ലാം കഴിക്കാൻ വേണ്ടി ഇവര് നിർബന്ധിക്കപ്പെട്ടപ്പോ ദാനിയേലും 3 കൂട്ടുകാരും എന്ത് തീരുമാനിച്ചു? അവിടെ 3 വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർ നിശ്ചയിച്ചു, ഞങ്ങൾ മദ്യപിക്കില്ല, ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്ത് അവർ നിശ്ചയിച്ചു. എന്നിട്ട് ഒരു തീരുമാനം എടുത്ത് ആ വാക്കാണ് നിശ്ചയിച്ചു. അതിനുശേഷം അവര് ഷണ്ഡന്മാരുടെ നേതാവിനോട് അഭ്യർത്ഥിച്ചു, കാര്യം പറഞ്ഞു, ഞങ്ങൾക്കിത് നിഷിദ്ധമാണ്, ഞങ്ങൾ കഴിക്കത്തില്ല, അതിന് ഞങ്ങളെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇപ്പൊ ഷണ്ഡന് ഒത്തിരിയേറെ ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് ഈ ഷണ്ഡന്മാരുടെ നേതാവിന് ഇവരോട് അനുകമ്പ തോന്നാൻ ദൈവമിടയാക്കി. കണ്ടോ, ദൈവമിടയാക്കി അനുകമ്പ തോന്നാൻ. ഈ 4 യുവാക്കന്മാരോട്, ദാനിയേലിനോടും ശദ്രാക്കിനോടും മെഷാക്കിനോടും അബദ്നഗയോടും അനുകമ്പ തോന്നാൻ ദൈവം ഇടയാക്കി. നമുക്കറിയാം, ബാബിലോണില് ആ മക്കളെ നിയന്ത്രിക്കാൻ ആരുമില്ല, അവരോടൊന്നും പറയാൻ ആരില്ല. അവർക്ക് വേണമെങ്കിൽ മദ്യപിക്കാം, അവർക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് മതിച്ച് ജീവിക്കാം. അവർ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനു വേണ്ടി. എല്ലാ സാഹചര്യം ഉണ്ട് അവർക്ക്. എന്നാൽ അവിടെ നിന്നുകൊണ്ടാണ് ഈ മക്കള് കർത്താവിന് വേണ്ടി, പ്രമാണങ്ങൾക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, നിശ്ചയിച്ചു. അതിനുവേണ്ടി അവർ അഭ്യർത്ഥിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്, ഒരുവന്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നമുക്കറിയാം, നമ്മൾ ഒത്തിരി മക്കള് വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്നു, നമ്മുടെ വീട് വിട്ട് ദൂര സ്ഥലത്ത് പോയിരിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഒത്തിരിയേറെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അനേക മക്കള് അങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് കൂട്ടുകൂടാൻ പോകുന്നു, കറങ്ങാൻ പോകുന്നു, മദ്യപിക്കുന്നു, ലഹരി കടിമപ്പെട്ടു പോകുന്നു, ലിവിങ് ടുഗദർ, ഒരുമിച്ച് താമസിക്കുന്നു. ഒത്തിരിയേറെ രാത്രിയില് ഒത്തിരിയേറെ ഇറങ്ങി നടക്കുന്നു, പബ്ബിൽ പോകുന്നു, ബാറിൽ പോകുന്നു, ഹോം സ്റ്റേ പോകുന്നു. അങ്ങനെ അനേക മക്കളുടെ അനുഭവങ്ങളും സംഭവങ്ങളും നമ്മൾ കാണുന്നു. ഈ 3-ാം ദിനത്തില് ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനെയൊന്നും നമ്മുടെ മക്കളാരും പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉപവാസത്തിന്റെയും ഈ നോമ്പിന്റെയും ഈ പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയില് പ്രാർത്ഥിക്കണം. ഇന്ന് ഭക്ഷണത്തിന്റെ ഒരു മേഖലയുണ്ട്. ഇന്ന് അനേക മക്കൾ ഫുഡടിക്കുക, വീട്ടിലെ ഭക്ഷണം വേണ്ട, ഒത്തിരിയേറെ ഹലാല് ഭക്ഷണങ്ങള്, അൽഫാമുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങള് കടയിൽ നിന്ന് മതി, കുഴിമന്തി, അങ്ങനെയുള്ള വശീകരണത്തിന്റെ എന്തോ ഒരു പൈശാചിക ശക്തി. നമുക്കറിയാം, നമുക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണം അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദാനിയേലിനും 3 കൂട്ടുകാർക്കും അടിപൊളി ഭക്ഷണമാണ്, രാജകൊട്ടാരത്തിലെ വിഭവസമർത്ഥമായ ഭക്ഷണം. അത് മറ്റ് ഇവർക്ക് നിശ്ചിതമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ അവർ നിശ്ചയിച്ചു, ഞങ്ങൾ കഴിക്കില്ല. ഇന്ന് നമ്മുടെ മക്കൾ, ഞാൻ ഇടയ്ക്കൊക്കെ പറയും, നമ്മുടെ മക്കള് ഈ വക ഹോട്ടൽ ഭക്ഷണങ്ങളും ഹലാല് ഭക്ഷണങ്ങളും ഈ ഭക്ഷണാസക്തിക്ക് അടിമപ്പെടുത്തുന്ന ഭക്ഷണം ഇന്ന് രാത്രിയിലൊക്കെ നോക്കി, രാത്രിയിലെ ഹോട്ടലുകളൊക്കെ ഭയങ്കര ലൈവാ, നിറച്ച് ക്യൂവാ, ഉറക്കമില്ലാതെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അത് ഇങ്ങനെയുള്ള വശീകരണ ഭക്ഷണം, അതിന്റെ പിന്നാലെ പോയി നശിക്കുന്ന മക്കൾ. പിന്നെ എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ കിട്ടുമ്പോ അനേക മക്കള്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ തീരാത്ത അനുഭവങ്ങളുണ്ട്. ഇവിടെ ചെന്നിട്ട് ഇപ്പോഴാ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കഞ്ചാവടിച്ച് ഇറങ്ങി നടക്കുന്ന ചില നാട്ടിൽ നിന്ന് പോയ പെങ്കൊച്ചങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഫോട്ടോ ഒക്കെ കാണാനിടയായപ്പോ നമ്മുടെ മക്കള്, അനേക മക്കള് ഇവിടുന്ന് പോകുന്നു. പക്ഷെ ഈ മക്കളെ പോലെ ജീവിക്കാൻ പറ്റണില്ല. അവർ നിശ്ചയിച്ചു, അത് അഭ്യർത്ഥിച്ചു. എന്തുണ്ടെങ്കിലും നമ്മൾ തീരുമാനിച്ച് അഭ്യർത്ഥിച്ചാൽ ദൈവം അതിടയാക്കും. ഞാൻ ചില മക്കളോട് പറയും, നിങ്ങൾ കൂട്ടുകാര് പറയും അങ്ങനെ ചെയ്യ്, പബ്ബിൽ പോ, അല്ലെങ്കിൽ മസാജിങ്ങിന് പോ, വ്യഭിചരിക്കാൻ പോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ മക്കളെ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ. ഞാൻ പറയും, മോളെ നീ ഒരിക്കലും ചെയ്യരുത്, നീ കർത്താവിന്റെ കുഞ്ഞാ,
കർത്താവിന് വേണ്ടി നിലപാടെടുക്കണം. അങ്ങനെ പറയുമ്പോ അതിന് പറ്റുന്ന വെച്ചാൽ കൂട്ടുകാരുടെ പ്രഷർ. ഒരോർത്തോ നമ്മൾ ഒരു കാര്യം നിശ്ചയിച്ചാൽ, ദൈവം അതിനുവേണ്ടി നമ്മൾ അഭ്യർത്ഥിച്ചാൽ ദൈവം അതിനിടയാക്കും, ദൈവം വഴിയൊരുക്കും, ദൈവം സംരക്ഷിക്കും. ഇങ്ങനെയുള്ള മക്കളെയും നമുക്ക് ഒത്തിരി അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് പ്രത്യേക വിധത്തില് ദൂരസ്ഥലത്തായിരിക്കുന്ന, പഠിക്കാനും ജോലിക്കായിട്ടും വിദേശ രാജ്യങ്ങളിലും ദൂരസ്ഥലങ്ങളിൽ വീട് വിട്ടൊക്കെ പോയിരിക്കുന്ന മക്കള്, ഇപ്പൊ നമ്മളെ എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കള് എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഒത്തിരി അനുഭവങ്ങൾ അച്ഛൻ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാനിയേലിനെ പോലെ, ശദ്രാക്കിനെ പോലെ, മെഷാക്കിനെ പോലെ കർത്താവിന്റെ മക്കള് അതിവിശുദ്ധിയോടെ നിശ്ചയം എടുത്ത്, തീരുമാനമെടുത്ത് അതിനുവേണ്ടി വേണ്ട വഴികൾ അഭ്യർത്ഥിക്കേണ്ടവരോട് അഭ്യർത്ഥിച്ച്, അതോടൊപ്പം തന്നെ ദൈവം ഇടയാക്കുന്ന, അനുകൂലമാക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ അവരെവിടെയൊക്കെയാണോ, ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കാം, ചില കൂട്ടുകെട്ടിലായിരിക്കാം, ചില ഓഫീസിലായിരിക്കാം, ചില സ്ഥലങ്ങളിലായിരിക്കാം, എവിടെയാണേലും ദൈവത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിലപാടെടുക്കാനും നിശ്ചയിക്കാനും വീണ്ടും അവർക്ക് അഭ്യർത്ഥിക്കുമ്പോ ദൈവം ഈ ഷണ്ടന്മാരുടെ നേതാവിനെ അനുകൂലമാക്കിയതുപോലെ ഇടയാക്കാനും അനുകൂലമാക്കാനും ഇടയാകണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളാരും നശിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കളാരും വഴിപിഴച്ചു പോകാൻ പാടില്ല. കർത്താവിന്റെ അതിശക്തമായ ഇടപെടല് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പല സ്ഥലത്തുമായിരിക്കുന്ന മക്കള്, പല പാവ സാഹചര്യങ്ങളുള്ള മക്കള്, അനുകൂലമായ തിന്മയ്ക്കുള്ള സാഹചര്യങ്ങള്, സാധ്യതകള് ഞങ്ങളുടെ മക്കൾക്ക് ഏറെയാണ്. ഒത്തിരി കൂട്ടുകെട്ട്, സമ്പത്ത്, സൗകര്യങ്ങള്, സാധ്യതകള് എല്ലാം ഇന്ന് പാപത്തിന് അനുകൂലം. ഞങ്ങളുടെ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ. ദാനിയേലിന് കൃപ നൽകിയതുപോലെ ആ 3 യുവാക്കന്മാർക്ക് കൃപ നൽകി നല്ല തീരുമാനമെടുക്കാൻ, നിശ്ചയിക്കാൻ, അതിനുവേണ്ടി അഭ്യർത്ഥിക്കാൻ. അങ്ങനെ അഭ്യർത്ഥിച്ചപ്പോ അവർക്ക് എതിരായി നിൽക്കുന്നവര് അനുകൂലമായി അനുകമ്പ തോന്നാൻ ഇടയാകത്തക്ക വിധം ഈശോയെ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണമേ. ജോലിക്കായി പോയിരിക്കുന്ന മക്കള്, പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, പല ഇടങ്ങളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണം. അവർക്കൊരു തീരുമാനമെടുക്കാനുള്ള ശക്തി നൽകണം. ആരൊക്കെ വിളിച്ചാലും, എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും അങ്ങയെ വിട്ട്, വിശുദ്ധി വിട്ട്, വചനം വിട്ട്, കുടുംബത്തെ വിട്ട്, പാരമ്പര്യം വിട്ട്, വീട് വിട്ട്, ബന്ധം വിട്ട് പടിയിറങ്ങി പോകാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാക്കരുതേ. ഒരു നിമിഷം പറയപ്പെട്ട ദൈവമക്കളെ, ഉപവാസത്തിന്റെയും നോമ്പിന്റെയും ഈ പ്രാർത്ഥനയുടെയും വലിയ ചൈതന്യത്തില് നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കാം. ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവെ കാണണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് നിയോഗം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ഞങ്ങളോട്, ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നണമേ. ഈ സുഹൃത ജപം ഈ ദിവസം പലവട്ടം ആവർത്തിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. മക്കളെ, ദാനിയേൽ പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങയുടെ ജനത്തിന്റെ കഷ്ടത അങ്ങ് നോക്കി കാണണമേ. കർത്താവെ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ അങ്ങ് നോക്കി കാണണമേ. കർത്താവെ ഞങ്ങളുടെ മക്കളെ അങ്ങ് ശ്രവിക്കണം, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രവിക്കണം. കർത്താവെ ഞങ്ങളുടെ മക്കളോട് ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ മേഖലയില് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ കാണണമേ, കർത്താവെ കരുണ തോന്നണമേ. ഏറ്റവും എളിമയോടുകൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും വലിയ ശക്തി, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വലിയ കണ്ണുനീരിന്റെ, വലിയ നിലവിളിയുടെ, നൊമ്പരത്തിന്റെ ആ വലിയ ശക്തി കർത്താവെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണമേ. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. മക്കളെ വിശുദ്ധ മിഖായേൽ മാലാഖ നമുക്ക് വേണ്ടി ഇടപെടാനും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇടപെടാനും വേണ്ടി ദിവ്യകാന സന്നിധിയിൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങള്, മക്കളുടെ അവസ്ഥകള്, മക്കൾ വഴിതെറ്റിപ്പോയ മേഖലകള്, തെറ്റായ തീരുമാനമെടുത്ത് ജീവിക്കുന്ന മക്കള്, കൂട്ടുകൂടി പോയിരിക്കുന്ന മക്കള്, ദൈവത്തെ മറന്ന് കൽപ്പന വിട്ട് വചനം വിട്ട് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും ഓർത്ത് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയോട് പ്രത്യേകം നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര പരതിരക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യരെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയില് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുത്തുകൊണ്ട് കമന്റ് ബോക്സിലും വാട്സപ്പിലും ഫോണും വിളിച്ചും അനേക മക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനകള്, നിയോഗങ്ങള്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയോട് ചേർന്നിരുന്ന് ഈ ഉപവാസ പ്രാർത്ഥനയില് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാന സന്നിധിയിലേക്ക് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പിന്റെ ദിവസങ്ങളില്, ഉപവാസത്തിന്റെ ദിവസങ്ങളില് നിങ്ങൾക്ക് ഏതെങ്കിലും നേരം ഭക്ഷണം ഉപേക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭക്ഷണം ഉപേക്ഷിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വേണ്ടെന്ന് വിചാരിച്ച്, വേണ്ടെന്ന് തീരുമാനിച്ച് നമ്മൾ ശക്തമായ ത്യാഗത്തിന്റെയും, എന്തുമാത്രം നമുക്ക് ത്യാഗം എടുക്കാൻ പറ്റുമോ അത്രമാത്രം ത്യാഗമെടുത്ത് ഈശോ പറഞ്ഞ പോലെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇത് തിന്മയുടെ സ്വാധീനങ്ങളാണ്, നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന പൈശാചികമായ ശക്തികളാണ്. അതിനെതിരെ ഈ യുദ്ധം നമുക്ക് ചെയ്യണം, നമ്മുടെ മക്കളെ രക്ഷിക്കണം. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെ അനുവദിക്കുന്ന വിധത്തില് ശക്തമായ നോമ്പും ഉപവാസവും പ്രായശ്ചിത്തങ്ങളും ത്യാഗപ്രവൃത്തികളും അതിശക്തമായിട്ട് ദിവ്യകാന സന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനെ കുറിച്ചോട് ചേർത്ത്, കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർത്ത്, ഈ നിലയില്ലാത്ത കടൽ പോലുള്ള കരുണയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും, ഈശോ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അതിശക്തമായ ദൈവിക ഇടപെടല് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദമായിട്ട് നമ്മുടെ ഉപവാസത്തിന്റെയും നോമ്പിന്റെയും അടിസ്ഥാനത്തില് ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ കൂട്ടായ്മയുടെ വലിയ ഐക്യത്തില് ദിവ്യകാന സന്നിധിയില് നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ദൂരസ്ഥലങ്ങളായിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന, വീട് വിട്ട് ദൂരത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ദാനിയേലിനും ആ 3 യുവാക്കന്മാർക്കും കിട്ടിയ ബോധ്യം അനുസരിച്ച് അവർ ചെയ്ത പോലെ, നിശ്ചയിച്ച പോലെ, അഭ്യർത്ഥിച്ച പോലെ ദൈവം അവർക്ക് അനുകൂലമാക്കാൻ ഇടയാക്കിയതുപോലെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലും സംഭവിക്കണം. എനിക്ക് വേണ്ടി
നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളുടെ മേൽ കർത്താവിന്റെ അനുഗ്രഹം അറിയപ്പെടാനും പങ്കെടുക്കുന്ന യുവമക്കള് ദാനിയേലിനും 3 യുവാക്കന്മാർക്ക് ലഭിച്ച ആ വലിയ ശക്തിയും ധൈര്യവും അഭിഷേകവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ വലിയ ശക്തി നിറച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, അങ്ങയിലേക്ക് തിരിക്കണമേ, സൗഖ്യം നൽകണമേ, സമാധാനവും സന്തോഷവും നൽകണമേ, വിശുദ്ധി നൽകണമേ. ഞങ്ങളുടെ മക്കളെല്ലാവരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.